അപ്പൊ ഉണ്ണിക്കണ്ണൻ ഓടി വരികയാണ്. ഉണ്ണിക്കണ്ണൻ എങ്ങനെയാ ഓടി വരുന്നത്, അദ്ദേഹത്ത് മുഴുവൻ കരിയും ചെളിയുമായിട്ട് ഓടി വരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ സ്വാമിയാർക്ക് വളരെ അത്ഭുതം തോന്നി. ഇത് എന്ത് പറ്റി കണ്ണ, അദ്ദേഹത്ത് മുഴുവൻ കരിയും ചെളിയാണല്ലോ എന്ന് പറയണത്. അപ്പൊ കള്ളക്കണ്ണൻ ഒരു കള്ളച്ചിരി തൂക്കിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മീട്ട് പറയുകയാണ്, എന്നെ കുറൂരമ്മ ഭരണിയിലിട്ട് അടച്ചു എന്ന്. എന്തുകൊണ്ടാ കുറൂരമ്മ ഭരണിയിലിട്ട് അടച്ച്? അത്രയ്ക്കും കുസൃതിയാണ് ഉണ്ണിക്ക്, സഹിക്കാൻ സാധിക്കാത്ത വിധം കുസൃതിയാണ് ഉണ്ണിക്കണ്ണന്. ആ കുസൃതി സഹിക്കാൻ വയ്യാതെയാണ് ഉണ്ണിക്കണ്ണൻ. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ കൃഷ്ണ ഭക്തരാണ്. കൃഷ്ണ ഭക്തർ എന്നുള്ളത് മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാണ് ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഭഗവാന്റെ ഭക്തരാവാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഭഗവാന്റെ പുണ്യം കിട്ടിയ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ രണ്ട് കൃഷ്ണ ഭക്തരുടെ കഥയാണ് ഞാൻ പറയുന്നത്. വില്ലുമംഗല സ്വാമിയാരും കുറൂരമ്മയും ഭഗവാന്റെ പ്രിയ ഭക്തരാണ് ഇവര്. നിർമ്മലമായ ഭക്തി കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയവരാണ് ഇവരെല്ലാവരും തന്നെ. വില്ലുമംഗല സ്വാമിയാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. വില്ലുമംഗല സ്വാമിയാർക്ക് ഭഗവാൻ ഏത് രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞാലും ഭഗവാൻ ദർശനം കൊടുക്കും. അതുപോലെ തന്നെ കുറൂരമ്മയ്ക്ക് ഉണ്ണിക്കണ്ണൻ മകനായിരുന്നു. അമ്മയ്ക്ക് അറിയില്ല തൻ്റെ കൂടെയുള്ള കുട്ടി ഉണ്ണിക്കണ്ണനാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ അമ്മയുടെ മകനായിട്ട് ഉണ്ണിക്കണ്ണൻ അമ്മയുടെ കൂടെ ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ വില്ലുമംഗല സ്വാമിയാരുടെ അകന്ന ബന്ധുവാണ് കുറൂരമ്മ. കുറൂരമ്മയുടെ ഈ ഭക്തി വാത്സല്യം കണ്ടിട്ട് വില്ലുമംഗല സ്വാമിയാർക്ക് പോലും അത്ഭുതം തോന്നിയെന്നാ പറയുന്നത്. അത്രയും മാതൃവാത്സല്യാണ് ഉണ്ണിക്കണ്ണനോട് അമ്മയ്ക്ക്. വില്ലുമംഗല സ്വാമിയാർക്ക് ദിവസവും നിത്യപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ ഒരു ദർശനം കൊടുക്കും ബാലരൂപത്തില്. അത് പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പൂജ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ ഓടി വരികയാണ്. ആ ദർശനം കൊടുക്കാനായിട്ട് ഓടി വരികയാണ്. ഓടി വരുന്ന രൂപം കണ്ടിട്ട് വില്ലുമംഗല സ്വാമിയാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ഉണ്ണിക്കണ്ണൻ ഓടി വരികയാണ്. ഉണ്ണിക്കണ്ണൻ എങ്ങനെയാ ഓടി വരുന്നത്, അദ്ദേഹത്ത് മുഴുവൻ കരിയും ചെളിയുമായിട്ട് ഓടി വരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ സ്വാമിയാർക്ക് വളരെ അത്ഭുതം തോന്നി. ഇത് എന്ത് പറ്റി കണ്ണ, അദ്ദേഹത്ത് മുഴുവൻ കരിയും ചെളിയാണല്ലോ എന്ന് പറയണത്. അപ്പൊ കള്ളക്കണ്ണൻ ഒരു കള്ളച്ചിരി തൂക്കിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മീട്ട് പറയുകയാണ്, എന്നെ കുറൂരമ്മ ഭരണിയിലിട്ട് അടച്ചു എന്ന്. എന്തുകൊണ്ടാ കുറൂരമ്മ ഭരണിയിലിട്ട് അടച്ച്? അത്രയ്ക്കും കുസൃതിയാണ് ഉണ്ണിക്ക്, സഹിക്കാൻ സാധിക്കാത്ത വിധം കുസൃതിയാണ് ഉണ്ണിക്കണ്ണന്. ആ കുസൃതി സഹിക്കാൻ വയ്യാതെയാണ് ഉണ്ണിക്കണ്ണനെ ഭരണിയിലിട്ട് അടയ്ക്കുന്ന അമ്മയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. അത്രയും മാതൃവാത്സല്യാണ് അമ്മയ്ക്ക് ഗുരുവായൂരപ്പനോട്. തൻ്റെ കൂടെയുള്ള ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരപ്പനാണെന്ന് അമ്മയ്ക്ക് അറിയേയില്ല. അറിയാതെ തന്നെയാണ് ഉണ്ണിയെ ഭരണിയിലിട്ട് അടയ്ക്കുന്നത്. ആ അമ്മയുടെ ഏതൊരു കാര്യവും അമ്മ എന്ത് ചെയ്യുകയാണെങ്കിലും ഉണ്ണി അതിനനുസരണ പോലെ നിൽക്കും. അമ്മ ഭരണിയിലിട്ട് അടച്ചപ്പോഴും അമ്മയുടെ ആ ഒരു സന്തോഷത്തിന് അമ്മയുടെ കൂടെ നിൽക്കും. കാരണം ഉണ്ണിക്കും അമ്മയെ അത്രത്തോളം ഇഷ്ടമാണ്. 14 ലോകവും വായ്ക്കുള്ളിൽ കൊണ്ടു നടക്കുന്ന ആ ഭഗവാനെ ഭരണിയിലിട്ട് അടയ്ക്കാൻ അത്രയും മാതൃവാത്സല്യാണ് കുറൂരമ്മയ്ക്ക്. അപ്പൊ വില്ലുമംഗല സ്വാമിയാർക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം പ്രപഞ്ചനാഥനെ ഭരണിയിലിട്ട് അടയ്ക്കാൻ മാത്രം അത്രയും ശ്രേഷ്ഠതയുണ്ട് അവർക്ക്. അങ്ങനെ വില്ലുമംഗല സ്വാമിയാര് കുറൂരമ്മയെ അറിയിച്ചു, ഒരു ദിവസം ഞാൻ ഭവനത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഭഗവാൻ ഉണ്ണിക്കണ്ണനാണ് അമ്മയ്ക്ക് സഹായിയായിട്ട് നിൽക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യാനും മറ്റു സഹായത്തിനെല്ലാം തന്നെ കുറൂരമ്മയുടെ കൂടെ ഉണ്ണിക്കണ്ണനാണ് നിൽക്കുന്നത്. പിന്നെ വളരെ നല്ല രീതിയിൽ ഭഗവാൻ തന്നെ ഒരു സദ്യ ഒരുക്കി വില്ലുമംഗല സ്വാമിയാർക്ക്. എന്നിട്ട് ഉണ്ണിയും കുറൂരമ്മയും കൂടെ കാത്തിരിക്കുകയാണ് വില്ലുമംഗല സ്വാമിയാർ വരുന്നത് നോക്കിയിട്ട്. പക്ഷെ അദ്ദേഹം ഒരു പൂജയിൽപ്പെട്ടത് കൊണ്ട്, ഭഗവാനെ ഭജിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആ കാര്യം മറന്നുപോയി. കൃഷ്ണഭക്തിയിൽ മുഴുകിയിരുന്നു പോയി. അദ്ദേഹം ആ ഒരു കാര്യം മറന്നുപോയി. അന്ന് അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ആകെ സങ്കടം തോന്നി. കാരണം എന്തുകൊണ്ടാണ് ഉണ്ണി ഇന്ന് വരാത്തെന്ന് ചിന്തിച്ചു. അദ്ദേഹം ഉണ്ണിയെ അന്വേഷിച്ചിറങ്ങി. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, ഇന്നലെ ഞാൻ കുറൂരമ്മയുടെ ഇല്ലത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെല്ലാൻ സാധിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് തൻ്റെ ഉണ്ണിക്കണ്ണൻ തൻ്റെ അരികിലേക്ക് വരാത്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത്രയും മാതൃവാത്സല്യാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ കുറൂരമ്മയോടും. അത് അത്രയും സ്നേഹമാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ കുറൂരമ്മയോടും. അതുപോലെ തന്നെ കുറൂരമ്മയ്ക്ക് ഭഗവാനോടും അത്രയും വലിയ മാതൃവാത്സല്യാണ്. ആ മാതൃവാത്സല്യത്തിന് പകരം വെക്കാനായിട്ട് ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. വില്ലുമംഗല സ്വാമിയാർക്ക് ഏത് രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്ന അദ്ദേഹത്തിന് പോലും തൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഭഗവാൻ ദർശനം കൊടുത്തില്ല എന്നുള്ളതാണ്.